ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ വേറൊരു ടൈപ്പ് ടേബിൾ മാറ്റാണ്. ഈ ടേബിൾ മാറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ മാറ്റാണ് ഇത്. അതുപോലെ തന്നെ ഇപ്പം ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ ഈസിയായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ടേബിൾ മാറ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തു. അതിനുശേഷം 5 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഈ റിങ്ങിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കാം. പിന്നെയും 3 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 6 പ്രാവശ്യം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്പേസിൽ 8 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുത്ത് ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 4 ചെയിൻ ഇട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. പിന്നെയും ഇതുപോലെ തന്നെ അടുത്ത സ്പേസിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്ത കളർ നൂലെടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 4 പ്രാവശ്യം ചുറ്റിയെടുത്ത് ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഈ സെയിം സ്പേസിൽ തന്നെ 2 പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും അടുത്ത പെറ്റലിൽ ഇതുപോലെ തന്നെ പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോ പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയിൽ 3 ചെയിൻ ഇട്ട് തയ്ച്ചു കൊടുക്കാം.
ഞാനിവിടെ ഈ ചുമന്ന നൂല് വെച്ചിട്ട് 9 പഫ് സ്റ്റിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതുപോലെ തയ്ച്ചെടുക്കാം. വെള്ള നൂല് വെച്ച് തയ്ച്ചിരിക്കുന്നത് 10 പഫ് സ്റ്റിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ സ്പേസിൽ ഒരു പഫ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇത് ഞാൻ 5 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ടാണ് ഇവിടെ ഈ പഫ് സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. ഇനി 3 ചെയിൻ ഇട്ടിട്ട് ഈ സെയിം സ്പേസിൽ ഒരു പഫ് സ്റ്റിച്ചും കൂടെ 5 പ്രാവശ്യം ചുറ്റിയെടുത്ത് തയ്ച്ചു കൊടുക്കാം. പിന്നെയും 3 ചെയിൻ ഇട്ടിട്ട് അടുത്ത സ്പേസിൽ ഒരു പഫ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ 5 പഫ് സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. ഇനി ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം പിന്നെയും ഈ സ്പേസിൽ 4 പഫ് സ്റ്റിച്ച് ഇതുപോലെ തന്നെ തയ്ച്ചു എടുക്കാം. ഇതുപോലെ ഏറ്റവും ടോപ്പിൽ ഒരു സ്റ്റിച്ച് വരുന്നിടം വരെയും ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഇനിയും 4 ചെയിൻ ഇട്ട് ജോയിൻ ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ വരെ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെയും ഇവിടെ പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 പഫ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് റെഡ് കളർ നൂലെടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഈ സ്പേസിൽ 4 പ്രാവശ്യം ചുറ്റിയെടുത്ത് ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെയും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്